മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആഭ്യന്തരം, വിജിലൻസ്, ധനകാര്യം, ഊർജ്ജം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് വഹിക്കുക. ഇതിൽ ഊർജ്ജ വകുപ്പ് ഏറെ നിർണായകമാണ്. ഡൽഹിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പ്രധാനമാണ് വർദ്ധിച്ച വൈദ്യുതി നിരക്ക്. ഇത് പകുതിയായി കുറക്കുമെന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, നഗരവികസനം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളാണ് മനീഷ് സിസോദിയ ഭരിക്കുക. സത്യേന്ദ്ര ജെയിൻ ആരോഗ്യം, വ്യവസായം എന്നീ വകുപ്പുകളും സൗരഭ് ഭരദ്വാജ് ഭക്ഷ്യവിതരണം, ഗതാഗതം, പരിസ്ഥിതി, പൊതുഭരണം എന്നീ വകുപ്പുകളും കൈവശം വെക്കും. ഗിരീഷ് സോണി ഹരിജന ഗിരിജനക്ഷേമം, തൊഴിൽ, വികസനം എന്നീ വകുപ്പുകളും ടൂറിസം, ഭരണപരിഷ്കരണം, നിയമം എന്നീ വകുപ്പുകൾ സോമനാഥ് ഭാരതിയും കൈവശം വെക്കും. മന്ത്രിസഭയുടെ ആദ്യ യോഗം ഡൽഹി സെക്രട്ടേറിയറ്റിൽ നടന്നു. മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ ഔദ്യോഗിക വാഹനങ്ങളിൽ റെഡ് ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കില്ലെന്നാണ് മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം. എസ്കോർട്ട് വാഹനങ്ങൾ അവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനും തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം കെജ്രിവാൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. कोई भी सरकारी अधिकारी या विधायक लाल बत्ती की गाड़ी इस्तेमाल नहीं करेगा, ये अभी के एजेंडा पे है। कोई भी अधिकारी या पॉलिटिशियन अनावश्यक सुरक्षा नहीं लेगा, ये अभी एजेंडा के ऊपर है। അതേസമയം ഡൽഹി നിയമസഭാ സമ്മേളനം ജനുവരി 1 മുതൽ 7 വരെ നടക്കും. ജനുവരി 3-ന് കെജ്രിവാൾ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം. മീഡിയ 1 ഡൽഹി.